അവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോർച്യൂണർ 2009 മോഡൽ പുതിയ മോഡലാക്കുന്ന വീഡിയോ ആയിട്ടാണ്. വണ്ടിൻ്റെ ലൈറ്റും ബമ്പറും ബോണറ്റും മഡ്ഗാർഡൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പാച്ച് വർക്കിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിലാണ് അടുത്ത് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വണ്ടിൻ്റെ പുട്ടി വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോഡി ഫില്ലറാണ് നമ്മൾ യൂസ് ചെയ്യൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡാമേജ് ഇല്ല ഭാഗത്തോടെയൊക്കെ പുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടി വർക്കൊക്കെ ചെയ്തതിന് ശേഷം ലൈനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് അടുത്തതായിട്ടുള്ള പ്രൈമർ അടിക്കാൻ. ബൈനിലെ വർക്കിലാണ്. ഏകദേശം രണ്ട് സൈഡും ഫുള്ള് പുട്ടി വർക്ക് ചെയ്യാണ്ട്, പിന്നെ ടോപ്പിലൊക്കെ ഫുള്ള് പുട്ടി വർക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഫോർച്യൂണറിൻ്റെ പുട്ടി വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പുട്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പേപ്പർ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രൈമർ അടിക്കാൻ. അപ്പോൾ പുട്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പ്രൈമർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ പ്രൈമറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2K പ്രൈമറാണ് നമ്മൾ അടിക്കണത്. അത് 2 കോട്ട് ഫുൾ അടിക്കാണ്ട്. അതിന് ശേഷം വേണം നമുക്കത് തേച്ചെടുക്കാനുള്ളതാണ്. അതിന് ശേഷം നമുക്ക് ചെറിയ സ്പോട്ട് പുട്ടിയൊക്കെ ഇട്ടതിന് ശേഷം വേണം ബേസ് കോട്ട് അടിക്കാൻ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ 2K പ്രൈമറൊക്കെ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ 2K പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കാനുള്ളതാണ്.
അപ്പോൾ പ്രൈമറൊക്കെ ഏകദേശം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെറിയ സ്പോട്ട് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇടാണ്ട് അതിൻ്റെ ശേഷം വേണം സർവീസ് ചെയ്ത് കണ്ട് ഒട്ടിച്ച് നമുക്ക് ബേസ് കോട്ട് അടിക്കാൻ. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ബേസ് കോട്ട് അടിക്കലെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് 2 കോട്ട് ബ്ലാക്ക് ബേസ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് നമുക്ക് ചെറിയ ചെക്കിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ വണ്ടി ഫുള്ള് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ബൂത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് പെയിൻ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെറ്റാലിക്കാണ് അടിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ക്ലിയർ കോട്ടിങ് അടിക്കാണ്ട് 2 കോട്ട് ക്ലിയർ അടിക്കാണ്ട്. പെയിൻറ്റ് 2 കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെപ്സിൻ്റെ ക്ലിയർ അടിക്കാൻ പോവാണ് അടുത്തതായിട്ട്. അപ്പോൾ ഫോർച്യൂണറിൻ്റെ ഫുള്ള് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പമ്പറും ബാക്കത്തെ പമ്പറൊക്കെ അടിക്കാണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാണ്ട് ഫിറ്റിങ്ങിൻ്റെ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഇനി അടുത്ത നമുക്ക് അതാണ്. അപ്പോൾ നമ്മൾ ഫിറ്റിങ്ങിൻ്റെ വർക്കിലാണിപ്പോൾ. നമുക്ക് ഡോർ പേഡുകളും പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് ഉള്ളിൽ കുറച്ച് ഫിറ്റിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നിട്ട് വേണം ഹമ്പറും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. ഇപ്പോൾ നമ്മളെ ഫോർച്യൂണറിൻ്റെ ഏകദേശം ഫിറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പോളിഷിൻ്റെ വർക്കുണ്ട്. അതിന് വേണ്ടി കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട്. അപ്പോൾ നല്ല ഗ്ലേസിങ് ഒന്നുകൂടിയും കിട്ടും നമുക്ക്. അപ്പോൾ ഇതേമാതിരത്തെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഫോർച്യൂണർ ന്യൂ മോഡലൊക്കെ ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.